അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് സംഭവം. ഉണ്ടാക്കി നോക്കിയാലോ. വെളിച്ചെണ്ണയിലോട്ട് 2 ടേബിൾ സ്പൂൺ പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്നും, അതുപോലെ ഒരു 3-4 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 4 വലിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് അരച്ചെടുക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും പുളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ബൗൾ നിറയെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഈ ഒരു കളറാകുമ്പോഴത്തേക്കും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മിക്സിയുടെ ജാറിൽ നന്നായി അരച്ച ശേഷം കടുക് താളിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുട്ടിപ്പൊടി ദോശ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ കുട്ടി ദോശ അങ്ങ് ചുട്ടെടുക്കുക കേട്ടോ. കുറച്ച് ബട്ടറോ നെയ്യോ എണ്ണയൊക്കെ ആക്കിയിട്ട് ചുട്ടെടുത്താൽ മതി. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കടുക്, ഉഴുന്ന്, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ കുട്ടി ദോശയും കൂടി അതിലോട്ട് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ ഇഡലിപ്പൊടി, ഇത് മേടിച്ചതാണ്. ഇതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇച്ചിരി ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ മതി. അപ്പോൾ സംഭവം രണ്ടും റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്യുക. സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.